പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാന്റെ നിലപാട് കടുപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ 15 നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. 48 മണിക്കൂർ വെടിനിർത്താനുള്ള അമേരിക്കൻ നിർദ്ദേശം ഇറാൻ തള്ളിയതായി ഇറാന്റെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു എന്ന വാർത്ത അമേരിക്കയെ നടുക്കി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക പ്രമേയത്തിന്മേലുള്ള UN രക്ഷാസമിതി വോട്ടെടുപ്പ് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചു. റഷ്യയുടെയും ചൈനയുടെയും എതിർപ്പിനെ തുറന്നാണ് ഈ UN രക്ഷാസമിതിയുടെ ഈ തീരുമാനം. ബഹ്റൈനിൽ ഇറാൻ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റുവെന്നും വാർത്ത വരുമ്പോൾ യുദ്ധം കൂടുതൽ മുറുകുന്നു എന്ന വാർത്തയാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല, പാകിസ്ഥാനെ പോലെ പക്ഷപാതം കാട്ടുന്ന ഒരു അമേരിക്കൻ പക്ഷപാതിയെ രാജ്യത്തിന് ഇതിൽ മാധ്യസ്ഥം വഹിക്കാൻ കഴിയില്ല എന്ന് ഇറാന് ബോധ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരും. അതുപോലെ UAE-യിൽ നിന്ന് മുഹമ്മദ് റഗീസും ഗൾഫ് നാടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര ആൻഡ് മുഹമ്മദ് റഗീസ്. മധു, ഒരുപക്ഷെ ഈ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിടുന്നു എന്ന് പറയുമ്പോൾ ഇറാന്റെ കാലം കഴിഞ്ഞു, ഇറാൻ ശിലായുഗത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ച അമേരിക്കൻ പ്രസിഡന്റിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. എന്താണ് വിവരങ്ങൾ? വിമാനങ്ങൾ നഷ്ടപ്പെട്ട ആ നടുക്കത്തിൽ തന്നെയാണ് പെന്റഗണും ട്രംപ് അഡ്മിനിസ്ട്രേഷനും. അതേസമയം ഈ 48 മണിക്കൂർ വെടിനിർത്തൽ എന്ന അമേരിക്കൻ നിർദ്ദേശം തള്ളിയതായിട്ട് ഇറാൻ വാർത്താമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന US ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത് മധ്യസ്ഥരാണ് അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായിട്ട്, പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുവാൻ താല്പര്യമില്ലെന്ന് ഇറാൻ മധ്യസ്ഥരെ ഔദ്യോഗികമായിട്ട് അറിയിച്ചും കഴിഞ്ഞു. അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ പുനരാരംഭിക്കുവാൻ തുർക്കിയും ഈജിപ്തും ഇപ്പോഴും വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അവർ പറയുന്നത് ഇസ്ലാമാബാദിന് പകരം ഖത്തറിലെ ദോഹയോ അല്ലെങ്കിൽ ഇസ്താൻബുളോ ചർച്ചകൾക്കായിട്ട് അതിന്റെ വേദിയായിട്ട് പരിഗണിക്കാമെന്നാണ്. അതേസമയം US ഇറാൻ വെടിനിർത്തൽ ചർച്ചകളിൽ ഒരു പ്രധാന മധ്യസ്ഥനാകാനുള്ള നീക്കങ്ങളെ ഖത്തർ ശക്തമായിട്ട് എതിർക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഖത്തറിന് നേരെ 200-ലധികം മിസൈൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത്, അതുകൊണ്ട് ഈ മധ്യസ്ഥ വഹിക്കാൻ താല്പര്യമില്ലെന്ന് കത്തമാക്കിയിരിക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ 2 US യുദ്ധവിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടത്. F-15E അതുപോലെ A-10 അറ്റാക്ക് വിമാനവുമാണ് തകർന്നതെന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ അതിർത്തിക്കുള്ളിൽ ഈ തകർന്നു വീണ F-15E യുദ്ധവിമാനത്തിൽ 2 പൈലറ്റുമാരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പാരച്യൂട്ടുകൾ വഴി പുറത്തു വന്നെങ്കിലും ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. കാണാതായ 2ാമത് പൈലറ്റിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ വെടിവെപ്പിൽ തകർന്ന A-10 അറ്റാക്ക് വിമാനം അത് കുവൈറ്റ് വ്യോമാതിർത്തി വരെ എത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് പൈലറ്റ് പാരച്യൂട്ട് വഴി പുറത്തേക്ക് ചാടുകയാണ്. പക്ഷേ ഇദ്ദേഹത്തെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടതിനും അതുപോലെ പൈലറ്റുമാരെ കാണാതായതിനും ഒക്കെ പിന്നാലെ US-നെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫ് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പൈലറ്റുമാരെ കണ്ടുപിടിച്ച് തരാമോ പ്ലീസ് എന്ന ഒരു നിലയിലേക്ക് തരം താണിരിക്കുകയാണെന്നാണ്. അതേസമയം ഈ ഇറാൻ വെടിവെച്ചിട്ട യുദ്ധവിമാനത്തിലെ സൈനികരെ പിടികൂടി കൈമാറുന്നവർക്ക് വൻ തുക പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ബോയർ പ്രവിശ്യ ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് $76,000 ഈ പൈലറ്റിനെ ജീവനോടെ പിടിച്ച് കൈമാറുകയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇന്ന് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഈ പൈലറ്റിനെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചു. അദ്ദേഹം പറയുന്നത് ഇതൊരു യുദ്ധമാണ്, അതുകൊണ്ട് ഇതൊരു ചർച്ചകളെ ബാധിക്കത്തില്ല എന്നാണ്. അതേസമയം വൈറ്റ് ഹൗസ് ഈ പകൽ മുഴുവൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുകയായിരുന്നു. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നോക്കിയിരുന്നതായിരുന്നു UN രക്ഷാസമിതിയിൽ ബഹ്റൈൻ കൊണ്ടുവന്ന പ്രമേയം പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത്. അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. റഷ്യയുടെയും ചൈനയുടെയും വലിയ എതിർപ്പായിരുന്നു. അതില് കരട് ഡ്രാഫ്റ്റിൽ അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് 2 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലെടുത്ത് തുറക്കുവാൻ സായുധ സേനയെ ഉപയോഗിക്കാനുള്ള അനുമതി, അത്തരമൊരു അനുമതി ഒരു കാരണവശാലും സമ്മതിക്കത്തില്ലെന്നാണ് ചൈന പറയുന്നത്. അതേസമയം ഈ ഹോർമൂസ് കടലെടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പഴയ രീതിയിലാക്കാനും അവരെ ഈ കപ്പൽ യാത്രക്കാർക്ക് അല്ലെങ്കിൽ കപ്പൽ കമ്പനികൾക്ക് അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നതിനായിട്ട് അമേരിക്ക ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഇരട്ടിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുന്നത്. അതായത് കപ്പലുകൾക്കുള്ള റീ ഇൻഷുറൻസ് ഗ്യാരണ്ടി $20 മില്യൺ ആയിരുന്നു. അത് $40 ബില്യൺ ആയിട്ട്, അതായത് ഏകദേശം 3.3 ലക്ഷം കോടി രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കരയാണ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.